നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പോലും നയതന്ത്രവും സഹകരണവും വഴി പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ്. ഒരു ശ്രദ്ധേയമായ സംഭവവികാസമാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ അരങ്ങേറുന്നത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൂടുതൽ ശക്തമായി എന്ന് തെളിഞ്ഞിരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും തമ്മിലുള്ള നേരിട്ടുള്ള സംഭാഷണങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ പ്രത്യേക ഇടനാഴി സൃഷ്ടിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും പരസ്പരം വിശ്വാസത്തിന്റെയും സഹകരണ മനോഭാവത്തിന്റെയും തെളിവായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ സമുദ്ര മാർഗങ്ങളിലൊന്നുകൂടിയാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്ക് ഈ ഇടനാഴിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ സാരമായി ബാധിക്കാനുള്ള സാധ്യത. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കാൻ ഇറാൻ മുന്നോട്ട് വന്നത്. പ്രാദേശിക സ്ഥിരതയ്ക്കും ആഗോള ഊർജ സുരക്ഷയ്ക്കും ഒരു നിർണായക ഇടപെടലുമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം 22 ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാൻ അനുമതി നൽകാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ കപ്പലുകൾക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് LPG, ക്രൂഡ് ഓയിൽ എന്നിവ കൊണ്ടുപോകുന്ന കപ്പലുകൾ തടസ്സപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര വിപണിയിലും സാമ്പത്തിക മേഖലയിലും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ സൃഷ്ടിച്ച ഈ സുരക്ഷിത ഇടനാഴി ഇന്ത്യക്ക് മാത്രമല്ല ആഗോള ഊർജ വിപണിക്കും ആശ്വാസം നൽകുന്ന ഒരു നീക്കമായി മാറുന്നത്. ഇതിനകം തന്നെ ചില കപ്പലുകൾക്ക് ഈ ഇടനാഴി വഴി സുരക്ഷിതമായി കടന്നു പോകുന്നതായും റിപ്പോർട്ടുണ്ട്. എന്തായാലും ഈ ഇടനാഴിയുടെ സവിശേഷതകൾ ഇറാനിയൻ തീരത്തോട് ചേർന്ന് നിയന്ത്രിതമായ ഒരു പാതയിലൂടെ കപ്പലുകൾ സഞ്ചരിക്കേണ്ടതാണ്. ഇതിലൂടെ ഇറാന്റെ നാവികസേനയ്ക്കും സുരക്ഷാ ഏജൻസിക്കും കപ്പലുകളുടെ നീക്കങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാൻ സാധിക്കും. അതേസമയം പുറത്തു നിന്നുള്ള ആക്രമണ സാധ്യതകൾ കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ അമേരിക്കൻ, ഇസ്രയേൽ എന്നിവയുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഇന്ത്യ പോലുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ ഇറാൻ തയ്യാറായിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇതൊരു സാധാരണ സമുദ്ര ഗതാഗത പ്രശ്നമായി കണക്കാക്കാൻ സാധിക്കില്ല, മറിച്ച് ഒരു വലിയ നയതന്ത്ര സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത്. സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ സാഹചര്യത്തിൽ പോലും സംവാദത്തിലൂടെയും സഹകരണത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഇന്ത്യയും ഇറാനും ലോകത്തിനു മുന്നിൽ തെളിയിക്കുകയാണ്. പരസ്പര ബഹുമാനവും തന്ത്രപരമായ പങ്കാളിത്തവും ഉണ്ടെങ്കിൽ കടുത്ത പ്രതിസന്ധികളിലും സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കാൻ സാധിക്കുമെന്നതിന്റെ മികച്ച ഉദാഹരണമായാണ് ഈ സംഭവവികാസം മാറുന്നത്. അവസാനമായി ഈ നീക്കം ഇന്ത്യ ഇറാൻ ബന്ധത്തിന്റെ ഭാവി ദിശയെക്കുറിച്ചും വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ഊർജ സുരക്ഷ, സമുദ്ര ഗതാഗതം, പ്രാദേശിക സ്ഥിരത എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നത് ഇത് വ്യക്തമാക്കുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ സംഘർഷങ്ങൾ ഉയരുമ്പോൾ സഹകരണം തന്നെയാണ് ഏറ്റവും ശക്തമായ ആയുധം എന്ന് തെളിയിക്കുന്ന സംഭവമായി ഹോർമൂസ് കടലിടുക്കിലെ ഈ പുതിയ ഇടനാഴി ചരിത്രത്തിൽ രേഖപ്പെടുത്തും.